ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ എന്താ പറയുക, അറബികളെ നമുക്ക് എങ്ങനെ കല്യാണം കഴിക്കാം, അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് കേട്ടോ. ഞാനിപ്പോൾ ഉള്ള ദുബായിലാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത് ഉക്രൈനിലെ കാഴ്ചകളാണ്. ഞാനിപ്പോൾ ഉള്ള ദുബായിൽ കേട്ടോ. ഇപ്പോൾ ദുബായിൽ വന്നത് നല്ല കന്തൂറൊക്കെ ഇട്ട് നല്ല അറബിക്കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു അറബി കല്യാണം കഴിച്ചാലോ എന്നൊരു പൂതി വന്നത്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പം കല്യാണം കഴിച്ചാലും നമുക്ക് സംസാരിക്കാൻ അറിയണ്ടേ. നമ്മളിപ്പം ഭാഷ അറിയാണ്ട് നമ്മളൊരാളെ കല്യാണം കഴിച്ച് നമ്മൾ ജപജപ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ചു തരുന്നത് ഗൾഫിലുള്ളവർക്ക് അറബി സംസാരിക്കാൻ അറിയാത്തവർക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ അറബി പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് അറബിയൊക്കെ പഠിച്ച് മൊഞ്ചന്മാരായിട്ട് നമുക്ക് എങ്ങനെ ഒരു അറബി കല്യാണം കഴിക്കാം അത് കൂടി കാണാം. ശരി, അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ ഒരുപാട് കാലമായിട്ട് ജീവിക്കുന്ന പ്രവാസികൾ ഒരുപക്ഷെ അറബിയിൽ ഭയങ്കര ഫ്ലുവൻ്റ് ആയിരിക്കും. പക്ഷേ ഈ പെട്ടെന്ന് ഇവിടെ വന്ന് കയറുന്ന ആൾക്കാർക്ക് ദുബായിൽ പ്രത്യേകിച്ച് അറബി പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മളിവിടെ പുറത്ത് പോകുമ്പോൾ തന്നെ ഇവിടുത്തെ അറബ്സൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. ഏത് ഷോപ്പിൽ പോയാലും മലയാളി ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും. അപ്പോൾ അറബി സംസാരിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇവിടെ അറബി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ദുബായിൽ ജീവിക്കുന്നവർക്ക് ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ കൊണ്ട് വാട്സപ്പ് വഴി എങ്ങനെ അറബി പഠിക്കാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് പാർട്ട്ണറിൻ്റെ ഓഫീസിന് മുമ്പിലാണ്. ഏകദേശം എന്താ പറയുക, വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികൾക്കിടയിൽ മാത്രമല്ല മറ്റ് രാജ്യക്കാർക്കിടയിൽ കൂടി ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മുതലാളിനെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതൊക്കെയുണ്ട് മുതലാളി. മൂപ്പരാണ് ഈ സ്ഥാപനത്തിൻ്റെ മുതലാളി. അറിയാലോ, ഞാൻ ഏത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ GM ആയിക്കൂടെ മുതലാളി എന്ന് വിളിക്കും. അതുകൊണ്ടാണ് മുതലാളി എന്ന് വിളിച്ചത്. സോ മുതലാളി പരിചയപ്പെടുത്തിക്കോളൂ നമ്മുടെ വ്യൂവേഴ്സിന്. എൻ്റെ പേര് സിദ്ദീഖ്. ഞാൻ കോഴിക്കോടാണ്. നമ്മൾ നോളജ് പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ സന്തോഷം ഇന്ന് നമ്മുടെ ഷാക്കിർ ഭായി ഇവിടെ വന്ന് കയറിയപ്പോൾ. ഞാനിവിടെ വന്നതിൻ്റെ പർപ്പസ് ഓൾറെഡി മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാനൊക്കെ പറ്റുമോ? നമുക്ക് അറബി സംസാരിക്കാനുള്ള സൗകര്യം നമ്മൾ അത് ചെയ്തുതരും. കൺഫേം ആണ്, എന്തായാലും ശരിയാക്കി തരും. ഓക്കെ, ബാക്കി ഞാൻ ഒപ്പിച്ചോളൂ കേട്ടോ. എനിക്ക് പോയിട്ട് അപ്രോച്ച് ചെയ്യാനും സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടിയാൽ മതി. ഓക്കെ, സോ എന്താ പറയുക, പിന്നെ ഞാൻ ഏതായാലും മൂപ്പരോട് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് മൂപ്പര് ഇവരുടെ സ്ഥാപനത്തിനെ പറ്റിയും അതുപോലെ ഇവരുടെ സർവീസിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നായിരിക്കും. ഓക്കെ, നമുക്ക് ഏതായാലും അറബി പഠിക്കുന്ന ഒരാളെ വിളിക്കാൻ പറ്റില്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ട്രെയിനറോട് സംസാരിക്കാം. ഹബീബി, അടിപൊളി. വലൈക്കും അസ്സലാം. ഭയങ്കര ക്യൂട്ട് അറബി കേട്ടോ. മലയാളം മാലു. ഇത് മറ്റേ നമ്മുടെ ദാസനും വിജയനും ചെന്നൈ പോയിട്ടോ എൻ്റെ അവസ്ഥ. അറബി കുപ്പായൊക്കെ ഉണ്ട്. ഷാർനെ, ഹൗ ആർ യു? ഗുഡ്. യു ഫ്രം വേർ? വേർ? മലയാളി. ബാക്കി നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാന്നല്ലേ. മലയാളി ഇരുന്ന ഗൈസ്, എന്താ പറയുക, അത് വല്ലാത്തൊരു ഇതായിട്ടോ. ഈ ചങ്ങായിനെ കണ്ട മലയാളി ലുക്കൊന്നും ഇല്ല. സീരിയസ്ലി മലയാളം പറഞ്ഞേ. മലയാളം പറയാൻ മുണ്ട് മടക്കാനൊക്കെ അറിയോ? എത്ര വർഷം ഇപ്പൊ ഇവിടെ? മൂപ്പരപ്പാണ് ട്രെയിനർ. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അറബിക് പാർട്ട്ണറിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ത്രൂ ആണ്. അപ്പം ഞാൻ ഇപ്പം എന്നെ പോലത്തെ അറബിൻ്റെ ABCD അറിയാത്തൊരു മലയാളി പിന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ മൂപ്പര് നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ അത് കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്. കാരണം ഈ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, ഇപ്പം അറബി ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ട്രെയിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ തേണ്ടിപ്പോവും. എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സാധാരണക്കാരെ നമ്മളെ മലയാളികൾക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പ്രശ്നം വരും. പക്ഷേ ഇതേപോലെ നാട് തൃശ്ശൂരാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് അറബി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രെയിനേഴ്സ് നമുക്ക് ഇവരെ കൂടെ ഉണ്ട്. ഹീസ് ദ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അറബികളായിട്ടുള്ള ആളുകളുണ്ട്, മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ കോൺവെർസേഷണൽ ലെവൽ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. നമ്മളെ ബേസിക് അല്ലാതെ അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് നമ്മൾ അറബികളോട് സംസാരിച്ച് അറബി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അവിടെ. ഒറിജിനൽ അറബി ഉണ്ടല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് മാത്രമല്ല, ഒറിജിനൽ അറബി ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുക? ഞാനിപ്പോൾ ഇവിടെ വന്ന് പഠിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്ന് പഠിപ്പിക്കുമോ? അതെ, ഫസൽ സാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈനായിട്ട് വാട്സപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലുള്ളതാണ് വാട്സപ്പ് വഴിയാണ് നമ്മുടെ പഠന രീതിയിലുള്ളത്. അതെങ്ങനെയാണ് ഇപ്പോൾ വാട്സപ്പ് വഴി നിങ്ങളിപ്പോൾ എങ്ങനെ പഠിപ്പിക്കുമോ? ഇപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ സെൻഡ് ചെയ്തിരുന്നു. നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ ഇരുന്ന് ചാപ്റ്റേഴ്സിൻ്റെ ഓഡിയോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ വന്ന് നമ്മൾ രാവിലെ 11 മുതൽ രാത്രി 11 വരെ നമ്മുടെ ട്രെയിനർമാരൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ സമയത്ത് ഒന്ന് സംശയം ചോദിക്കാം. ആക്ടിവിറ്റികൾ ഉണ്ടാവും. ആക്ടിവിറ്റികൾ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രെയിനർമാരോട് പറയാം. വാട്സപ്പിൽ ഇങ്ങനെ പറയാം. വാട്സപ്പിൽ പറയാം. സാധാരണ നമ്മൾ വാട്സപ്പിൽ ഫ്രണ്ട്സിന് നമ്മൾ മെസ്സേജ് അയക്കില്ലേ, അതേ ഒരു
എളുപ്പത്തോടു കൂടി നിങ്ങൾക്ക് അറബി പഠിക്കാം. ആള് ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്നത് അയക്കാൻ പറ്റും. പിന്നെ എങ്ങനെ ഇതിപ്പം ഓക്കെ, എനിക്കിപ്പം എത്ര മാസം ഡിറക്ഷൻ വരുന്നത്, എത്ര മാസം കൂടി എനിക്ക് അറബി പഠിക്കാൻ പറ്റും? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ പറ്റുമോ? അത് നമ്മൾ തുടക്കം മുതൽ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് പഠിക്കുന്നതിന് അപ്പോൾ അത് ചെറിയ നമ്മൾ ആദ്യം ചെന്നിട്ട് ഒരാളോട് ചോദിക്കുന്നതിലും നല്ലത് കുറച്ച് കാര്യങ്ങളൊക്കെ മര്യാദ നമുക്ക് മനസ്സിലായി. ആദ്യം വളക്കണം എന്നിട്ട് കെട്ടണം അല്ലേ? അതേപോലുള്ള സിലബസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഒരാൾ പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കോൺവെർസേഷൻ ലെവൽ പറ്റും, 100%. ആർക്കും പറ്റും, അറബി അറിയാത്ത ആർക്കും പറ്റും, മദ്രസയിൽ പോകാത്ത ആൾക്കാർക്കും പറ്റും. നമുക്ക് നോൺ മുസ്ലിംസ് ആയിട്ട് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരിപ്പോൾ അറബി പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഇറക്കാൻ പോകുന്നുണ്ട്. എത്ര മാസമായിട്ട് ഇപ്പം മീൻസ് എത്ര സ്റ്റുഡൻസിനെ ഏകദേശം പഠിപ്പിച്ചിട്ടുണ്ടോ? ഏകദേശം 2000-ഓളം സ്റ്റുഡൻസ് നമുക്കുണ്ട് നിലവിൽ റണ്ണിങ്ങിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്പർ ഓഫ് ട്രെയിനേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, എല്ലാവരും നിങ്ങൾ പരിചയപ്പെടാം. അറബ്സിനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 2000 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിവുള്ളവർക്ക് സ്പെഷ്യൽ കഴിവുള്ളവർക്ക് ഒരു ട്രീറ്റ് അല്ലെങ്കിൽ കഴിവില്ലാത്തതിന് ട്രീറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പ്രൈവറ്റ് ട്രെയിനിങ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ക്ലാസ്സിനോട് കൂടെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് 1-on-1 വാട്സാപ്പിൽ അവർക്ക് മാത്രമേ ട്രെയിനറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക പേഴ്സണൽ അറ്റൻഷൻ കിട്ടും ഡെഫിനറ്റ്ലി. അപ്പം കുറച്ചും കൂടി നല്ലതല്ല, ഒന്നും അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം കാരണം ഞാൻ ഒരു മലയാളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അറിയാലോ, മലയാളികൾക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ വളരെ നോളജ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷും അറബിയും രണ്ടും എന്ന രീതിയിൽ. അതെ, ഇംഗ്ലീഷിന് നമുക്കൊരു പാർട്ട്ണറെ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീക്കിംഗ് പാർട്ട്ണർ, ആ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ മാതൃഭാഷ അറിയാത്തൊരു സ്പീക്കിംഗ് പാർട്ട്ണറാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. കാരണം വാട്സാപ്പിലൂടെ അത്യാവശ്യം കുറേ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബട്ട് വി ഡു ദ സെയിം, ബട്ട് വി ഹാവ് എ ഡിഫറെൻറ്റ് ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണത്. അത് വിച്ച് ഇസ് വെരി ഈസി. ലൈക്ക് ഞങ്ങളൊരു സ്പീക്കിംഗ് പാർട്ട്ണറെ കൊടുക്കുന്നത് ഈ പഠിതാവിൻ്റെ ഈ മാതൃഭാഷ അറിയാത്തൊരു സ്പീക്കിംഗ് പാർട്ട്ണർ. വേറൊരു പോസിബിലിറ്റി അതിലെന്താ വെച്ചാൽ ഇപ്പം ഗൾഫിൽ ഇല്ലാത്തവർക്കും പഠിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നമ്മൾ ഖത്തറിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, സൗദിയിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, കേരളത്തിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ഉഗാണ്ട, അമേരിക്ക. ഉഗാണ്ട എന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത് നോക്കേണ്ടി വരും. ഇൻഫാക്ട് ലോകത്തിൽ ഏത് ഭാഗത്താണെങ്കിലും നെറ്റും വാട്സപ്പ് ഉണ്ടെങ്കിൽ ചന്ദ്രനിൽ എന്നിട്ട് ഞങ്ങൾക്ക് അറിവ് പഠിക്കാം. അതല്ലേ സത്യം? നെറ്റും വാട്സപ്പ് മാത്രം മതി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ. ഭൂമിക്ക് പുറത്താണ് ഇപ്പം ബഹിരാകാശമൊക്കെ വണ്ടികൾ പോകുന്നത്, അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ നെറ്റും വാട്സപ്പും മതി. അതാണ് അതിൻ്റെ പോസിബിലിറ്റി കേട്ടോ. എത്ര മാസം ഡ്യൂറേഷൻ വരുന്ന കോഴ്സിൻ്റെ? 2 months ആണ് നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ. 2 മാസം എന്ന് പറഞ്ഞത്. ഇംഗ്ലീഷ് പാർട്ട്ണറുടെ കോഴ്സിന് സ്പീക്ക് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് 1 മാസമാണ്. അതിൽ നിങ്ങൾ ഒരു ദിവസം എത്ര അവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? നമുക്ക് 45 minutes ഒരു സ്റ്റുഡൻറ്റ് ചിലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം, ഓക്കെ, അങ്ങനെ ഒരു 2 months അറബിക് പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അറബി സംസാരിക്കാൻ വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ കേക്ക് വാക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എത്ര ട്രെയിനേഴ്സ് ഉണ്ട്? ഇപ്പം ഞാനിപ്പോൾ വന്ന് ചേരുവാണെങ്കിൽ പഠിക്കാൻ വരുവാണെങ്കിൽ എന്നെ അറബി പഠിപ്പിക്കാൻ എത്ര ആൾക്കാരുണ്ട് നിലവിൽ? നമുക്ക് അറബിക് സ്പീക്കിംഗ് ആയിട്ടുള്ള നേറ്റീവ് സ്പീക്കേഴ്സ് അടക്കം പിന്നെ മലയാളികളായിട്ടുള്ള ട്രെയിനേഴ്സ് അടക്കം 22 ട്രെയിനേഴ്സ് ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽസ് ആണോ അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ടാവും അപ്ലൈ ചെയ്യാൻ വരുന്നുണ്ടാവും? ലേഡീസിന് സ്പെഷ്യൽ ബാച്ച് ഉണ്ട്, കിഡ്സിന് സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഫസൽ സാർ ഇപ്പോൾ തുടങ്ങാനിരിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്, ലേഡീസ് സ്പെഷ്യൽ ക്ലാസ്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ട്രെയിനേഴ്സിന് നോക്കാം, അങ്ങോട്ട് നോക്കാമല്ലേ? വാ. യെസ്, എന്നെ പരിചയപ്പെടുത്ത എല്ലാവർക്കും. Hi everyone, this is Shakir. He is all the way from Ukraine. He is a traveler. So he's here with us with English partner and Arabic partner to get to know. His ultimate aim is to get married in Arabic speaking. നടന്നാ മതി. So go for it. പരിചയപ്പെടുത്തിക്കോ. നിങ്ങൾ പറ, എനിക്ക് നാണം വരുന്നു മൊത്തത്തിൽ. നിങ്ങൾ പരിചയപ്പെടുത്തിക്കോ ആരൊക്കെയാണ്? She is actually, are you busy with something? Okay, so she has a student she is doing with that, and now this is Rosaline. She has been teaching a lot of students. ഏത് രാജ്യക്കാരാണ് കൂടി പറ. She is from Egypt, and this is Rosaline. She is from Lebanon, and this is again Jana. She is also from Lebanon, and she is also one of our trainers. നമുക്ക് അഡ്വാൻസ് ലെവലിലുള്ള ആളുകൾ, അതുപോലെ കോൺവെർസേഷണൽ ലെവലിലാണ് ഈ ഇങ്ങനെയുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ അവർക്ക് കൊടുക്കുള്ളൂ. Yes, this is our head of the academics, Mr. Ashad. He's also from Egypt. Ashad, could be possibly share a little bit about what you think about for English partners. We provide like different classes. You're from Egypt? Yeah. But your English not like Egypt.
Yeah, I've worked so much for that. Yeah, that's it. Your accent is beautiful. Yeah, actually, that's the point. It's the practicing. If I told you about my personal experience, it's completely about practice. So that's why I got to that point. Good. We have some more people here. That is Yaman and this is Sharon. Yaman is again from Lebanon and she's one of our English trainers. And then Sharon, hi. Hi. Introduce Hi. yourself, why not? Yes, I'm Sharon. I'm Yeah. from Scotland. അടിപൊളി. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ നാടാട്ടോ സ്കോട്ട്ലൻഡ്. വിച്ച് പാർട്ട് ഓഫ് സ്കോട്ട്ലൻഡ്? The West Coast. വെസ്റ്റ് കോസ്റ്റ്. Just outside Glasgow. Yeah, in every. Travelling, I think. Yes. I was. Yeah. Did you go to Glasgow? Glasgow, yeah. Did you enjoy it? No, actually lockdown. So everything is closed. So we can't. Of course, yes. Thank Yeah, you. but I will come next time. Okay. Yeah, so you want to say something to my followers? Yes, come and join us as English partner, and we'll enjoy to teach you the English in a new style. Not the old textbook. We'll be able to use it just conversational. New style, Yes. New not style. old style. No. Yeah, that's a point. ഇവർ പുതിയൊരു സ്റ്റൈലാണ് ഇവരെടുത്തുള്ളത്. ഇപ്പോൾ യു എയിൽ തന്നെ ഇതുപോലെ ഇംഗ്ലീഷും അറബിക്കും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നോർമലി ഇത്രയും സ്ഥാപനങ്ങൾ വെച്ചിട്ട് ഒരാൾ എന്തുകൊണ്ട് ഈ ഒരു ഇംഗ്ലീഷ് പാർട്ണറിൽ എടുത്തു വരണം? ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം അറബിക് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം നേറ്റീവ് സ്പീക്കേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ വാട്സാപ്പിലല്ല പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ സ്പീക്കിംഗ് പാർട്ട്ണറെ കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് 1-on-1 വീഡിയോ കോളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം എനിക്ക് പഠിക്കണമെന്ന് എനിക്ക് ട്രെയിനർ ആരാ തരുമോ? നിങ്ങളുടെ ലെവൽ നോക്കി നമ്മൾ ലെവൽ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും ആ ലെവൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഏത് ലെവലാണ് നോക്കിയിട്ടാണ് ഞങ്ങളൊരു പാർട്ട്ണർ തരുന്നത്. പക്ഷെ ആ പാർട്ട്ണർക്ക് നിങ്ങളുടെ മാതൃഭാഷ ഒരിക്കലും അറിയില്ല. എന്താ? കാരണം എന്നാലേ നിങ്ങൾ മാതൃഭാഷയിലേക്ക് മലയാളത്തിലേക്ക് തിരിച്ചു പോകാതെ ആ സാഹചര്യത്തെ ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് നിങ്ങൾ സംസാരിക്കും. ഇവർ പറഞ്ഞതിൻ്റെ ചെറിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞത്, ഇവർ നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ തരും. ആ ഫ്രണ്ടിന് മലയാളം അറിയില്ല, ഫ്രണ്ടിന് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഡെയിലി വിളിച്ച് സംസാരിച്ച് നിങ്ങളെ ഇംഗ്ലീഷുകാരനാക്കും. അതല്ല സംഭവം. നാടൻ ഭാഷ പറഞ്ഞാൽ ഇതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ലൈക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഇവിടെ നോളജ് പാർക്കിലാണല്ലോ. ദുബായ് നോളജ് പാർക്ക് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ സെന്റേഴ്സ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് പിന്നെ KHDA നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറബിക് ലാംഗ്വേജ് കോഴ്സിനും ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സിനും നമ്മൾ അക്രഡിറ്റഡ് ആണ്, അപ്രൂവ്ഡ് സെന്റർ ആണ്. അപ്പോൾ അതൊരു ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് ദ സ്റ്റുഡൻസ് വൺസ് ദേ കംപ്ലീറ്റ് ദേ ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ് ഇഫ് ദേ വാണ്ട്. ദുബായ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഏതായാലും എൻ്റെ കാര്യം നടക്കണമല്ലോ, ഒരു ഫോമിൽ എടുത്തോ, നമുക്ക് ഫിലിയിട്ടൊക്കെ തുടങ്ങാലോ. എന്നാൽ ഫോമൊന്നും ആവശ്യമില്ല. എന്താ? വാട്സാപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ ഏത് നമ്പറിലൊക്കെ ഹായ് വിടണ്ടേ? ആ നമ്പർ എന്ന് പറഞ്ഞേ 097 0991 55 77 47 252. ഏതാ? ആസിഫ്. ഇത്രക്കാരും ആൾക്കാരുടെ നിങ്ങൾ കണ്ട ആസിഫിനെ നമ്പർ എനിക്ക് ഇത് ശരിയില്ല കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ അവർ നിങ്ങൾ ആസിഫ് ഇംഗ്ലീഷ് പാർട്ണർ ഓക്കെ, അറബിക് പാർട്ണർ. അതും ആസിഫ് ഇംഗ്ലീഷ് പാർട്ണർ ആൻഡ് അറബിക് പാർട്ണർ. ഫൈൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കും, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം, സ്ക്രീനിലും കൊടുക്കാം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യും, ഇവരെ വിളിക്കും. ഇത് മെയിനായിട്ട് മെച്ചം വരുന്നത് നാട്ടിലുള്ളവർക്ക്, ഇപ്പം ലോക്ക്ഡൗണിലൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ടൈം പാസ് പോലെയെങ്കിലും അറബി പഠിച്ചെടുക്കാം. പിന്നെ ഇവിടെയുള്ള പ്രവാസികളാണെങ്കിലും ജോലിക്ക് പോയിട്ട് നിങ്ങൾ റൂമിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് അറബിക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഓപ്ഷനാണ്. ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. ലാംഗ്വേജ് പഠിക്കാതെ നമുക്ക് ജീവിക്കാം. ഇംഗ്ലീഷ് അറിയാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ല. പക്ഷെങ്കിൽ ആസ് എ ട്രാവലർ അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് അറിയുന്ന എക്സ്പീരിയൻസ് പറയുന്നത്, പല സ്ഥലത്ത് പോയാലും നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ നമുക്ക് തിന്നാനെങ്കിലും കിട്ടും. സത്യമാണ്. നമ്മൾ കഴിക്കുന്ന സാധനം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയണം കേട്ടോ. കാരണം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒന്നും നമുക്ക് ഒരിക്കലും ഉപയോഗപ്പെടും തോന്നില്ല. ഉക്രൈൻ വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ സംസാരിക്കുന്നില്ല, ഷജാസിനെ കൊണ്ട് സംസാരിപ്പിച്ചാണ്. എനിക്ക് റഷ്യൻ ലാംഗ്വേജ് അറിയില്ല, അവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ റഷ്യനാണ്. അപ്പോൾ ഓരോ ലാംഗ്വേജിന് അതിൻ്റേതൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ആണെങ്കിൽ അറബിക്ക് പഠിക്കുന്നത് വളരെ നല്ലതാണ്. സോ എന്താണ് പറയാനുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനോട്? താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വുഡ് നോട്ട് ഹാവ് ടു റിഗ്രറ്റ്. യു വിൽ ഗെറ്റ് എ സ്പീക്കിംഗ് പാർട്ണർ, ഒരു അറബിക് പാർട്ണറെയും ഞങ്ങൾ തരുന്നതായി. ഞാനത് ഒഫീഷ്യലി ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം വേണം എന്ന് പഠിപ്പിക്കുന്നത്? 2 ആഴ്ച കേട്ടോ. 2 ആഴ്ച വാക്ക് തന്നിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഈ വീഡിയോ മിക്കവാറും എൻ്റെ കെട്ടിയോട് കാണാണ്ട് ഹൈഡ് ചെയ്യേണ്ടി വരും. കാരണം അവൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ അറബിക്ക് ഓടി ഇംഗ്ലീഷ് പഠിച്ചിട്ട് എനിക്ക് ഒന്നിനെ കെട്ടാനും പറ്റില്ല, നോക്കാനും പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ,
വേറെ എന്താ പറയുക, എന്തായാലും നിങ്ങളും ഏതായാലും ഇവർ വിളിച്ചിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യും. കാരണം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടും കേട്ടോ. പിന്നെ ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ റീസണബിൾ ആണ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പർ വിളിച്ച് അവർ പറഞ്ഞിരുന്നു. ഓക്കെ, വെറുതെ നിങ്ങൾ ജോലി കഴിഞ്ഞ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാം. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് ബോറടിച്ചിരിക്കും, നിങ്ങൾക്ക് ജസ്റ്റ് സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ സ്ത്രീകളാണ് നിങ്ങളെ ട്രെയിനേഴ്സായിട്ട് വരുന്നത്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കൂടെ അതിലൂടെ കിട്ടും. അവർ പറഞ്ഞതിൽ അങ്ങനെ ഒരു പോയിന്റ് കൂടെ കേട്ടോ. ഒരു പുതിയ റിലേഷൻഷിപ്പാണ്. പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഇപ്പോൾ 4-5 കൺട്രീസിലുള്ള സ്ത്രീകളുണ്ട്. ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ട്യൂട്ടറെങ്കിൽ, നിങ്ങളുടെ ടീച്ചറെങ്കിൽ, ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു കൺട്രിയിലുള്ള ടീച്ചറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവരോട് സംസാരിക്കണം. അവർ രാജ്യത്തിൽ നമ്മൾ സംസാരിക്കണമല്ലോ, എന്നാലേ പഠിക്കാൻ പറ്റും, വിശേഷങ്ങളൊക്കെ അറിയാം. സോ യു ആർ ഗെറ്റിംഗ് എ ഫ്രണ്ട്. അപ്പം എന്തായാലും ആർക്കും നഷ്ടമൊന്നും വരുന്നില്ല. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിൽ. നല്ല കിടിലൻ വീഡിയോസ് വരാനുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.